നമ്മൾ 4 മണിക്ക് ശേഷം ഫീൽഡ് അതിനാണ് ചെയ്യേണ്ടത്. അതെ 4 മണി. ചേട്ടാ ഇലക്ഷൻ വർക്ക് ഒന്നും ഇല്ലേ? ഇലക്ഷൻ വർക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. നിലമ്പൂർ UDFന്റെ കാര്യം കുറച്ച് കഷ്ടമാണല്ലോ. ആര് പറഞ്ഞു പാടാണ്? ബാപ്പൂട്ടി നോക്കുന്ന പറയണേ. അല്ല നിങ്ങൾ എവിടെ സ്ഥലം? തിരുവനന്തപുരം. നിങ്ങൾക്ക് അത്രയും അറിയുള്ളൂ അതിനെ കുറിച്ച്. കഴിഞ്ഞ 2 പ്രാവശ്യം LDF അല്ലേ ജയിച്ചേ? ഈ പ്രാവശ്യം എന്തായാലും സ്വരാജ് തോറ്റിരിക്കും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 33 ഡിവിഷൻ ഉണ്ട്. അതിൽ 9 എടുത്താ നിങ്ങളുള്ള. ഈ ഇലക്ഷനോട് കൂടി ഞങ്ങളെ തിരുത്തിയിരിക്കും. ചേട്ടാ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ലീഡ് കിട്ടൂല. അൻവറിനെ നിങ്ങൾക്ക് കൂടെ നിർത്തിക്കൂടായിരുന്നു. നിലമ്പൂരിന്റെ വികസനം 9 വർഷം നഷ്ടപ്പെടുത്തിയ ഒരു ഇടതു മുന്നണിയെയും അൻവറിനെയും ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വെച്ച് പൊറപ്പിക്കാൻ നിലമ്പൂർ ജനത തയ്യാറല്ല. ബാപ്പൂട്ടി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അൻവർ നിങ്ങളെ കൂടെ തന്നെ. ഊണിന് വീട്ടിലേക്ക് അതിഥിയായി കയറി വന്നവൻ വീട്ടുകാരൻ ആട്ടിവിടുക. അൻവറിന്റെ പിന്തുണ അപ്പൊ നിങ്ങൾക്ക് വേണ്ട. BJP കുറച്ച് ഓട്ടം കുടിക്കും. നിങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ ഓട്ടം ഉണ്ടല്ലോ. പാർട്ടി ഇടതുപക്ഷത്തിനൊപ്പമാണ് ഈ നല്ല പാർട്ടി. ഹിന്ദു മഹാസഭ LDFന് ഓട്ടം. ഹിന്ദു മഹാസഭ LDFനെ പിന്തുണക്കുമ്പോ അവര് മതേതരം. അൻവറിന്റെ ചിഹ്നം കത്രികയാ. കത്രികയ്ക്ക് എത്തി മൂർച്ച കാണും. സ്വരാജിനാണ് ഏൽക്കുക. കത്രികയ്ക്കാണോ മൂർച്ച അതോ നിങ്ങളെ ബാപ്പൂട്ടി ജയിക്കോ അതോ സ്വരാജ്? ചേട്ടാ BJPക്ക് നിലമ്പൂർ നല്ല ഫൈറ്റ് ആയിരിക്കും അല്ലേ? പിന്നെന്താ ഗംഭീര മത്സരത്തിലാണ്. മൂന്നാമതെത്താനുള്ള ഫൈറ്റ് ആയിരിക്കും. അല്ലല്ല ഞങ്ങൾ ഒന്നാമതെത്താനാ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. രാജ്യം ഭരണ പാർട്ടി നിലമ്പൂർ ജയിക്കണ്ടേ? തൃശ്ശൂരിൽ ഇപ്പൊ CPM ഉം BJPക്കും കേരളത്തിൽ ഒരു MP ഉള്ളൂ. തൃശ്ശൂര് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാ. ഇത് നിയമസഭയാ. ലോകസഭ അതിന്റെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ? ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ബേജാറാവണം? കേരളത്തിൽ അധികാരം പിടിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമായി BJP മാറും. ത്രിപുരയൊക്കെ പിടിച്ചെന്ന് കരുതിയ ഇത് കേരളമാണ്. ത്രിപുരയും കേരളവും ഒക്കെ ജനങ്ങളെ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മൂന്നാമത് അല്ലെങ്കിൽ നാലാമതായി പോയി. ഞങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ വിട്ടോ ഇത് നിലമ്പൂരാണ്. ഇത് വെറുതെ ചുങ്കത്രത്തിന് തോന്നിയാൽ പറയാൻ നിൽക്കട്ടെ. നാട്ടുകാരെ കൈവയ്ക്കും. നിലമ്പൂർ LDFന്റെ ഒരു അവസ്ഥ എന്താ ചേട്ടാ? ഒരു 100ക്ക് 100%. അതിന് മേപ്പെട്ടുണ്ടെങ്കിൽ അതും കൂട്ടാം. LDF ഇവിടെ തോക്കും ചേട്ടാ. LDF ജയിക്കും ഇവിടെ. ഞങ്ങൾ LDF ഗവൺമെന്റ് ആണ് ഈ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നിലമ്പൂർ നടത്തിക്കുന്നത്. അപ്പോഴിവിടെ ആരായിരുന്നു MLA? PV അൻവർ. അൻവർ ഈ ചിത്രത്തിലേ ഇല്ല. നിങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോ അൻവറിനെ കളഞ്ഞല്ലേ? ഞങ്ങളെ ചെങ്കുടിന്റെ മേലൊന്നും അൻവറില്ല. കരിയപ്പനെല്ലാം എടുത്ത് പുറത്ത് കെട്ട്. അൻവറിന്റെ കത്രികയ്ക്ക് മൂർച്ച കൂടുതലാ. ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടുകാരൊക്കെ പാടെ മറ്റേ അടിച്ചേൽപ്പിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചെലവല്ലത്. ഇത് ആരെ പൈസ? 2 പഞ്ചായത്തിലും ഈ മുനിസിപ്പാലിറ്റിയിലും മാത്രമാണ് നിങ്ങൾക്ക് ഭരണമുള്ളത്. നിങ്ങൾ എങ്ങനെ ജയിക്കുന്ന? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഡാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എത്ര വോട്ടിന് ജയിക്കുന്ന നിങ്ങൾ പറയണേ? 10000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. നമുക്ക് 23-ാം തീയതി വോട്ട് നമ്പർ 16 23-ാം തീയതി ഞാൻ ക്യാമറ കൊണ്ട് വരാം. അപ്പോൾ കാണാം നമുക്ക്. അൻവറിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും അല്ലേ? അൻവർക്ക് ജയിക്കോട്ടാ. അൻവർക്ക് ജയിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ് റിസൾട്ട് കിട്ടുന്നത്. കേരളം മുഴുവൻ ചർച്ചയാ. ഒരു കാര്യമില്ലായിരുന്നു രാജിവെക്കാൻ. അങ്ങനെ ഒരു അവസ്ഥ ആക്കിയത് ഇവിടുത്തെ ഭരണ എല്ലാ ആളുകളാണ്. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അൻവർ കരുവേപ്പിലാണെന്ന്. നികൃഷ്ട ജീവി അങ്ങനെ പല പദപ്രയോഗങ്ങളും ഈ ആധുനിക കേരളത്തിൽ നൽകിയ വ്യക്തിയാണ്. നിങ്ങൾ മൂന്നാമതാവോ നാലാമതാവോ അതറിഞ്ഞാ മതി. ഒന്നാമത് 4-ാമത് 3-ാമത് എന്നൊക്കെ അവര് ചർച്ച ചെയ്യട്ടെ. ഇവിടെ ബാപ്പൂട്ടി ജയിക്കും. ബാപ്പുട്ടി എവിടെ ജയിക്കുന്നു? ബാപ്പുട്ടി എന്താ പറഞ്ഞു? പിണറായി വിജയനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ LDF ജയിക്കും. LDFന് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. BJP കുറച്ച് വോട്ട് പിടിക്കും ചേട്ടാ. VD സതീശനും BJP താങ്ങാണ് ഇവിടെ. ചേട്ടാ നിങ്ങൾ എന്ത് പറഞ്ഞാലും അൻവർക്ക് ജയിക്കും എന്നുള്ള സംശയം തന്നെയാണ്. പിന്നെ സുഹൃത്തെ പിന്നെ വീണ്ടും ഇവിടെ ഇതന്നെയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ 19-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതി അറിയാം. 23-ാം തീയതി അറിയാം.